പേര് പോലെ ഇതൊരു ആംഗ്ലോ ഇന്ത്യൻ്റെ കഥയല്ല, ഇത് സെബാൻ്റെ കഥയാണ്. കൊച്ചിക്കാരൻ സെബാസ്റ്റ്യൻ സി കൊല്ലത്ത് ബിടെക് പഠിക്കാൻ വരുന്ന കഥയാണിത്. മച്ചാൻ നല്ല അസല കൊച്ചിക്കാരനാണ്. ലോവേസ്റ്റിട്ടും മുടി നീട്ടി വളർത്തി നടക്കുന്ന കൊച്ചിക്കാരനല്ല. സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച് ശനിയാഴ്ച റേഷൻ കടയിലും പോയി അമ്മയ്ക്ക് സുഖമില്ലാത്ത ദിവസങ്ങളിൽ വീട്ടിലെ ജോലിയൊക്കെ ഒറ്റയ്ക്ക് ചെയ്തു തീർക്കുന്ന കൊച്ചിക്കാരനാണ്. ഇത് നമ്മുടെ സെബാൻ്റെ കഥയാണ്. സെബാൻ്റെ ആദ്യ ദിവസം. ക്ലാസ്സിലെ പരിചയമില്ലാത്ത മുഖങ്ങൾക്കിടയിൽ ഒറ്റപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ സെബാൻ. അപ്പോഴേക്കും ക്ലാസ്സിലെ സാറ് സെബാനോട്, ഏതോ ന്യൂ ജനറേഷൻ സിനിമയിലെ ആംഗ്ലോ ഇന്ത്യൻ പയ്യൻ്റെ ലുക്കാണെന്ന് പറഞ്ഞിട്ട് പിള്ളേരെല്ലാം തലതല്ലി ചിരിച്ചു. സെബാൻ ഒന്നും മിണ്ടിയില്ല. അന്ന് രാത്രി സെബാൻ വീട്ടിലെത്തി കണ്ണാടിയിൽ നോക്കി. അവന് മനസ്സിലായി അവൻ കറുത്തിരിക്കുകയാണെന്ന്. ക്ലാസ് കഴിഞ്ഞൊരു വൈകുന്നേരം സെബാൻ ധൃതിയിൽ നടക്കുകയാണ്. എന്തോ പ്രശ്നമുണ്ട്, അവൻ്റെ മുഖത്തത് എഴുതി വെച്ചിരിക്കുന്നു. എന്തോ അപ്പോഴേക്കും അത് സംഭവിച്ചു. അനു, എന്താ? അത് എനിക്ക് തന്നെ ഇഷ്ടമാണ്. സോറി, ഐ എം ഓൾറെഡി കമ്മിറ്റഡ്. സെബാൻ തകർന്ന് തരിപ്പണമായി. വേറെ റിലേഷനൊന്നും ഇല്ലായിരുന്നിട്ടും അനു എന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് ഓർത്തപ്പോൾ ക്ലാസ്സിലെ ആ ശരീരം അവന് ഓർമ്മ വന്നു. ഇത് രണ്ടും കൂടി ആയപ്പോൾ സെബാൻ എത്തിച്ചേർന്നത് ഒന്നിലേക്കാണ്. അവൻ്റെ തൊലിയുടെ നിറം അതവൻ ഒരുപാട് തളർത്തി. ആ തളർച്ച അവൻ്റെ കണ്ണിനെയും ബാധിച്ചു. സെബാൻ കയറിയ ബസ്സിലിരുന്ന് ഉറങ്ങി. സെബാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റപ്പോഴത്തേക്കിനും ബസ് അവൻ്റെ ഇറങ്ങേണ്ട സ്റ്റോപ്പിൽ നിന്ന് ഏറെ ദൂരെയായിരുന്നു. സെബാൻ ബസ്സിൽ നിന്ന് ഇറങ്ങി തിരികെ വീട്ടിലേക്ക് നടന്നു. സെബാൻ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് എന്തോ മേടിച്ച ശേഷം വീണ്ടും നടന്നു. ബസ്സിലെ ഉറക്കം അവനെ കുറച്ച് റിലാക്സ്ഡ് ആക്കിയെന്ന് തോന്നുന്നു. എന്താണേലും ചോറ് വാരിത്തന്ന അമ്മച്ചിയും നടക്കാൻ പഠിപ്പിച്ച അപ്പച്ചനും അവൻ്റെ തൊലിയുടെ നിറം കറുത്തതാണെന്ന് മാത്രം പറഞ്ഞു കൊടുത്തില്ല. സെബാൻ നടന്നെത്തിയത് വീട്ടിലേക്കല്ലായിരുന്നു, കൊല്ലം ബീച്ചിലാണ്. ബീച്ചിലിരിക്കുന്ന സമയത്ത് അനുവിൻ്റെ തല്ലിപ്പറച്ചിലും ക്ലാസ്സിലെ ആ ശരീരയും അവനെ ഓർത്തിട്ടുണ്ടാവണം. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മോങ്ങാനിരുന്ന പട്ടിയുടെ തലയിൽ തേങ്ങ വീണ അവസ്ഥ. സെബാൻ നോക്കുന്ന സമയത്ത് അവിടെ ഒരു പെണ്ണും ചെറുക്കനിരിക്കുകയാണ്. സെബാൻ അവരെ ഒന്നും കൂടി നോക്കി. അവരും സെബാനെ പോലെയല്ല, കറുത്തവരല്ല. സെബാൻ ഒരു പ്രാവശ്യം കൂടി അവരെ നോക്കി. അപ്പോഴേക്കും അവൻ ആ കുട്ടി അവിടെ കണ്ടില്ല. അവൻ മാത്രം ഒറ്റയ്ക്കിരിക്കണ കണ്ടു. സെബാൻ എന്തോ കണ്ട ആശ്ചര്യത്തോടെ എഴുന്നേറ്റ് നിന്നു. അന്ന് രാത്രി വീട്ടിലെത്തി സെബാൻ എന്നത്തെ പോലെ കണ്ണാടിയിൽ നോക്കി. ഇന്ന് അവൻ ഒത്തിരി വെളുത്തിരിക്കുന്നു.
എന്നത്തെയും കാൾ